നമസ്തേ, ഞാൻ കെ വി ഗണേഷ്. രംഗചേതന എന്ന തിയേറ്റർ ഗ്രൂപ്പിൻ്റെ ആർട്ടിസ്റ്റിക് ഡയറക്ടറാണ്. മാർച്ച് 27 വേൾഡ് തിയേറ്റർ ഡേ ആണ്. എല്ലാവർക്കും ലോക നാടക ദിന ആശംസകൾ നേരുന്നു. നാടകം കേവലം കെട്ടുകാഴ്ചകൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ലോകത്തെല്ലായിടത്തും അതിൻ്റെ വ്യാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ സമസ്ത മേഖലകളിലും അത് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അരികുവൽക്കരിക്കപ്പെട്ടവർക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും സ്ത്രീകൾക്കിടയിലും അങ്ങനെ ഓട്ടിസ്റ്റിക്കായിട്ടുള്ള ജനവിഭാഗങ്ങൾക്കിടയിലും ഒക്കെ തന്നെ മനുഷ്യനെ പുതുക്കി പണിയാനുള്ള ഒരു ടൂളായി നാടകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ കാലം തെളിയിച്ചെടുത്ത ഒരു മുദ്രാവാക്യമുണ്ട്: അരങ്ങിടത്തിന് എല്ലാവരും അവകാശികളാണ്. ആ മുദ്രാവാക്യമാണ് ഇന്ന് നാടകവേദിയെ ഏറ്റവും സജീവമായി ചലിപ്പിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദിവസം ലോകത്തിൻ്റെ എല്ലായിടങ്ങളിലും പെർഫോമൻസുകൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. നാടകത്തെ പുതുക്കി പണിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നാടകത്തിൻ്റെ പുതിയ സാധ്യതകളെ അന്വേഷിച്ചു കൊണ്ടുള്ള പ്രയാണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യാത്രയിൽ നമുക്ക് കൂടി പങ്കുചേരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ലോക നാടകദിന ആശംസകൾ നേരുന്നു. നന്ദി, സന്തോഷം. നമസ്കാരം, ഞാൻ മഞ്ജുളൻ. ഇന്ന് ലോക നാടകദിനം. ഏറ്റവും പുരാതനമായിട്ടുള്ള കലാരൂപമാണ് നാടകം. കാലത്തിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് ഏറ്റവും ആധുനികമായിട്ട് വളരെ ശക്തിയും സൗന്ദര്യവുമുള്ള കലാരൂപമായിട്ട് ഇന്നും നാടകം കലാരൂപങ്ങളിൽ ഏറ്റവും മികച്ചതായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം ഒരു ദിവസം നാടകത്തിന് വേണ്ടി മാറ്റിവെക്കുക, തിയേറ്ററിന് വേണ്ടി മാറ്റിവെക്കുക എന്ന് ലോകം തീരുമാനിക്കുന്നത്. ആ ദിനത്തിന്, ആഘോഷത്തിന് എൻ്റെ എല്ലാവിധത്തിലുള്ള ആശംസകളും ഞാൻ അർപ്പിക്കുന്നു. നമസ്കാരം, ഞാൻ ശ്രീജേഷ് കേളൂത്താണ്. ഇന്ന് ലോകത്ത് അതിർത്തികൾ നിർണ്ണയിക്കപ്പെടാത്ത ഒരു കലാരൂപമുണ്ടെങ്കിൽ അത് നാടകം മാത്രമാണ്. ഇത് ഒരു രാജ്യത്തിൻ്റേത് എന്ന് മാത്രം നീക്കി വയ്ക്കാവുന്ന കലയല്ല. അതിൽ വിവിധ വംശങ്ങളുണ്ട്, വർണ്ണങ്ങളുണ്ട്. എല്ലാം ഒരു വേദിയിൽ ഒന്നിക്കുന്ന കല വേറെ ഏതുണ്ട് ലോകത്ത്? മനുഷ്യൻ്റെ ചരിത്രത്തോളം വേരുകൾ പടർത്തി അവൻ്റെ വിചാരങ്ങളിൽ സ്വാധീനം ചെലുത്തി സ്വയം നവീകരിക്കുന്ന ആധുനിക സംസ്കാരത്തിൻ്റെ മുഖമുദ്രയാണ് നാടകം. അത് മാനവിക സ്നേഹത്തിൻ്റെതാണ്, സാഹോദര്യത്തിൻ്റെതാണ്, സമത്വത്തിൻ്റെതാണ്. അതിൻ്റെ മതം മനുഷ്യത്വമാണ്. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നാടകദിന ആശംസകൾ. ഇന്ന് ലോക നാടക ദിനം. ഒരു കാലത്ത് സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു മാധ്യമവും കൂടിയായിരുന്നു നാടകം. എല്ലാ നാടകപ്രേമികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നാടക ദിനാശംസകൾ. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇത് ഭൂമിയാണെന്നും ഇജ് നല്ലൊരു മനുഷ്യനാവാൻ നോക്കെന്നും നമ്മെ ഉദ്ബോധിപ്പിച്ചത് നാടകക്കാരാണ്. മനുഷ്യ മനസ്സിലെ ചീത്തത്വങ്ങളെ വിമലീകരിക്കാനുള്ള ഏറ്റവും വലിയ ഔഷധമാണ് നാടകം. എല്ലാവർക്കും ലോക നാടക ദിനാശംസകൾ. നമ്മുടെ രംഗപ്രയോഗങ്ങളിൽ ഏറ്റവും പ്രാചീനമായ രൂപമാണ് നാടകം. പ്രാചീന രൂപമായി നിലനിൽക്കുമ്പോൾ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന എല്ലാ കലാസങ്കേതങ്ങളെയും ഉൾക്കൊള്ളാനുള്ള സൗന്ദര്യശാസ്ത്ര സംബന്ധമായ സമഗ്രത നമ്മുടെ നാടകവേദിക്കുണ്ട്. നമ്മുടെ നാടകവേദി അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയും കാലത്തിനനുസരിച്ച് അതിൻ്റെ രംഗപ്രയോഗത്തിലും ഉള്ളടക്കത്തിലും ഏറ്റവും നവീനമായ സാധ്യതകളെ ആരായുകയും ചെയ്യുന്നുണ്ട്. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന അന്തർദേശീയ നാടകോത്സവത്തിലെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ നാടകങ്ങൾ കാണുമ്പോൾ നമുക്ക് നാടകത്തിന്
കൈവന്ന ഏറ്റവും നവീനമായ ലാവണ്യപരവും ചിന്താപരവുമായ അതിൻ്റെ സാധ്യതകളെ നേരിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ലോകത്തെവിടെയും നാടകങ്ങൾ ഒരരങ്ങിന് ചുറ്റും പല വിധത്തിലുള്ള പല മാനസിക ശേഷിയുള്ള മനുഷ്യരെ ഒന്നിപ്പിക്കുകയും അവരിൽ ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വിശാലമായ മാനുഷികത്തിൻ്റെയും വലിയൊരു ലോകത്തെ കാണാനുള്ള ഒരു ഉൾക്കണ്ണ് തെളിയിക്കുകയും ചെയ്യാൻ രംഗപ്രയോഗങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. വീണ്ടും ഒരു ലോക നാടക ദിനം കൂടി കടന്നു വരികയാണ്. ലോക നാടക ദിനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം. ഞാൻ അമൽ രാജ്ദേവ്, നാടക പ്രവർത്തകനാണ്. മാർച്ച് 27 ലോക നാടക ദിനമാണ്. ലോകത്തെമ്പാടുമുള്ള എല്ലാ നാടക പ്രവർത്തകരും നാടക സമൂഹവും വളരെ ആവേശത്തോടെ ഊർജ്ജസ്വലതയോടെ ഓർത്തിരിക്കുന്ന ആഘോഷിക്കുന്ന ഒരു മഹത്തായ സുദിനമാണ് മാർച്ച് 27 ലോക നാടക ദിനം. നാടകമെന്ന് പറയുന്നത് ഒരു വെറും കളിയല്ല, ഒരു വെറും കലയുമല്ല. മനുഷ്യ മനസ്സിനെ വിമലീകരിക്കുന്ന, ഉണ്ടാകുന്ന എല്ലാ തിന്മകളെയും അസമത്വങ്ങളെയും തുടച്ചു നീക്കുന്ന, അതിനെതിരെ പ്രതികരിക്കുന്ന മഹത്തായ ഒരു സംഘകലയാണ് നാടകമെന്ന് പറയുന്നത്. ഒരു ജനതയാകെ മാറി ചിന്തിക്കുവാനും മാറ്റം വരുത്തുവാനും ഊർജ്ജസ്വലരാക്കാനും ഒക്കെ നാടകത്തിലൂടെ നമുക്ക് സാധ്യതമാക്കിയിട്ടുണ്ട്. ആ പ്രക്രിയ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. അത്രയും മഹത്തായ ഒരു സംഘകലയാണ് നാടകം എന്ന് പറയുന്നത്. ഒരു നാടകം ഒരു വ്യക്തിയെയും ഒരു സമൂഹത്തെയും ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാക്കാൻ സാധിക്കുന്ന മഹത്തായ ഒരു മാജിക്കാണ്, മഹത്തായ ഒരു കലയാണ് നാടകം എന്ന് തന്നെ പറയാം. അത്രയും മഹത്തായ ഒരു കല ഇനിയും നാൾക്ക് നാൾ കൂടുതൽ ശോഭയോടെ ലോകമെങ്ങും നാടക വസന്തം പൂത്തൊരയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ലോകത്തിലെ എല്ലാ നാടക പ്രവർത്തകർക്കും ലോക നാടക ദിനാശംസകൾ നേരുന്നു. അതുപോലെ തന്നെ ഇത്തരമൊരു ചിന്ത പങ്കുവയ്ക്കുന്ന സുൽത്താൻ ബത്തേരിയിലെ മാർ ബസേലിയസ് കോളേജിലെ എല്ലാ നല്ല ചിന്തകൾക്കും നല്ല മനസ്സുകൾക്കും എൻ്റെ സ്നേഹവും ഹൃദയവും നിറഞ്ഞ ലോക നാടക ദിനാശംസകൾ. നമസ്കാരം. ഞാൻ ശ്രീജിത്ത് രമണൻ, നാടകപ്രവർത്തകനാണ്. നാടകം നമ്മുടെ സമൂഹത്തിൻ്റെ നേർസാക്ഷ്യമാണ്, ശബ്ദമാണ്, ചലനമാണ്, കൂടിച്ചേരലാണ്. നിലവിലിരിക്കുന്ന പല തെറ്റായ കാഴ്ചപ്പാടുകളെയും അത് ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും. അതിവേഗം മാറുന്ന ഈ ലോകത്ത് അതിരുകൾ മറികടന്ന് മനുഷ്യരെ ഒരുമിപ്പിക്കാനും നവീകരിക്കാനും നാടകലോകത്തിന് കഴിയും. കാരണം അത്രയും വിസ്തൃതമായ ഇടമാണ് ഈ നാടകലോകം. ലോകമാകെ വ്യാപിച്ചു കിടക്കുന്ന മഹത്തായ കലാരൂപം. 2025 ലോക നാടക ദിനം ആഘോഷിക്കുമ്പോൾ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് പുതിയ സൃഷ്ടിയിലൂടെ പ്രചോദിപ്പിക്കാനും നവീകരിക്കാനും പ്രേരിപ്പിക്കുന്ന കലാകാരന്മാരുടെ ആർജവത്തെ നമുക്ക് അംഗീകരിക്കാം. ഉത്തമമായ പ്രകടനങ്ങൾക്ക് ജീവൻ പകരുന്ന കാണികളെയും നാടകത്തെ ഉണർത്തി നിർത്തുന്ന സമൂഹങ്ങളെയും ഈ ദിനത്തിൽ നമുക്ക് ആദരിക്കാം. അർത്ഥവത്തായ കഥകൾ തുടരട്ടെ. നിലവിലെ ദുസ്ഥിതികളെ നാടകം നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കട്ടെ. നാടകം വെറും ഒരു കലാരൂപം മാത്രമല്ല, ലോകത്തെ, മനുഷ്യനെ, പ്രകൃതിയെ ശരിയായി മനസ്സിലാക്കാനും പുനർവ്യാഖ്യാനിക്കാനുമുള്ള മാധ്യമമായി നമുക്കതിനെ പുതുക്കിക്കൊണ്ടേയിരിക്കാം. എല്ലാവർക്കും എൻ്റെ ലോക നാടകദിന ആശംസകൾ. എൻ്റെ പേര് ഹരിദാസ്. സ്കൂൾ ഓഫ് ഡ്രാമയും ഫോക്ലോർ സ്റ്റഡീസും പഠനം. ഇപ്പോൾ മാർ ബസേലിയസ് കോളേജ് ഓഫ് എഡ്യൂക്കേഷനിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി പെർഫോമിംഗ് ആർട്സിൽ ജോലി ചെയ്യുന്നു. നമ്മുടെ നാടകദിനമായ അതിൽ കുറേ എൻ്റെ സുഹൃത്തുക്കൾ കുറേ ആശംസകൾ പറഞ്ഞിരുന്നു. വളരെ
ബുദ്ധിമുട്ടിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ അത് ശേഖരിക്കുകയും അതിങ്ങനൊരു കൊളാഷ് ഉണ്ടാക്കാൻ ഞാൻ തന്നെ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് വൈകിപ്പോയത്. ക്ഷമിക്കണം. എല്ലാവർക്കും നാടകദിന ആശംസകളും അതുപോലെ തന്നെ എനിക്ക് ഫോട്ടോകളും വോയിസ് ഓവറൊക്കെ തന്ന് സഹായിച്ച എൻ്റെ എടുത്തു പറയാൻ പറ്റാത്ത കുറേ സുഹൃത്തുക്കളുണ്ട്. ഇനിയും സുഹൃത്തുക്കളുണ്ട്, അവരോട് ആരും പറഞ്ഞിട്ടില്ല. ഇത് തന്ന് സഹായിച്ച എല്ലാവർക്കും മാർ ബേസിലിയസ് കോളേജിൻ്റെ എൻ്റെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ.